ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പെണ്ണ് കാണൽ വീഡിയോ ആയിട്ടാട്ടോ എത്തിയിട്ടുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അങ്ങനെ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞങ്ങൾ ചെക്കൻ്റെ കൂട്ടരാണ്. അപ്പം ഞങ്ങൾ പെണ്ണിൻ്റെ വീടിൻ്റെ ആ ഭാഗത്തെത്തിയപ്പോൾ എല്ലാവരും ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ഭംഗിയിൽ നിന്നു. എന്നാൽ പിന്നെ ആ വഴിക്ക് അങ്ങനെ പോവാമല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും ഓരോന്നായിട്ട് അങ്ങനെ മുന്നിൽ നടക്കുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പെണ്ണിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഫസ്റ്റ് പെണ്ണുങ്ങളാണ് ആദ്യം കയറിയത്. അതിൻ്റെ ശേഷം ചെക്കനും ഫ്രണ്ട്സും വന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്ന് പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. ഗിൽറ്റിൻ്റെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ് അവനിട്ട് നന്നായിട്ട് അവനക്ക് പണി കൊടുത്തോണ്ടേ നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു. ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേക്ക് വിളിച്ചു. സ്റ്റേജൊക്കെ നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു. പക്ഷെ ആദ്യം നമ്മൾ ശരിക്കും കല്യാണത്തിൻ്റെയൊക്കെ ഒരു ഫീല് തോന്നിയിട്ടോ. ഈ ഒരു പെണ്ണ് കാണലാണെങ്കിൽ കൂടിയും അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ ഫ്ലവറൊക്കെ കൈമാറി. പിന്നെ നല്ല നല്ല രസമായിരുന്നു. എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ചെക്കനും പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്യൂട്ടായിരുന്നു രണ്ടുപേരും. പിന്നെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം 4 മണിക്കാണ് ഈ ഫംഗ്ഷന് പോയിരുന്നത്. പക്ഷെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്കും ഇരുടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴും ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിരുന്നു. പിന്നെ ഫ്രണ്ട്സ് നല്ല പണിയാണ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഫുഡ് ഏരിയയിൽ എല്ലാ തരം ഫുഡും ഉണ്ടായിരുന്നു. പുഡിങ്, ഉപ്പിലിട്ടത്, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ എല്ലാ മുതലുകളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷെ നമുക്കൊരു ടൈമിംഗ് ഒക്കെ ഉണ്ടല്ലോ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഇത് ഈവനിങ്ങും അല്ല നൈറ്റും അല്ല, അതിൻ്റെ ഇടയിലൊരു 6:30-7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഏകദേശം ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തത്. ഈ ഫംഗ്ഷന് പോയപ്പോൾ ഒരു സങ്കടമുള്ള വെച്ചാൽ എൻ്റെ 2 മക്കളെ ഞാൻ കൊണ്ടുപോയില്ല. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കൊണ്ടുപോകാമായിരുന്നു എന്നുള്ളത്. ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.